എല്ലാവർക്കും നമസ്കാരം. ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം എന്ന നോവലിനെ പറ്റിയുള്ള ഒരു ലഘു വിവരണമാണ് ഇന്ന് ഞാൻ നൽകാൻ പോകുന്നത്. ശ്രീ SR ലാൽ ആണ് ഇതിന്റെ രചയിതാവ്. കുഞ്ഞുണ്ണി എന്ന 13 വയസ്സുകാരന്റെ കഥയാണിത്. കുഞ്ഞുണ്ണി നടത്തുന്ന സാഹസിക യാത്രകൾ, കാണുന്ന അത്ഭുത കാഴ്ചകൾ, നേരിടുന്ന പ്രതിസന്ധികൾ, അവയൊക്കെ തരണം ചെയ്യാൻ അവ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇവയെല്ലാം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ വായിച്ചു ശീലിച്ച നോവലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ നോവൽ. പലപ്പോഴും ഇതിലെ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നുവരെ നമുക്ക് തോന്നിപ്പോകാം. ഇതിൽ പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങളും യഥാർത്ഥത്തിലുള്ളതാണ്. ഇതിലെ കഥാപാത്രമായ മാർത്താണ്ഡന്റെ താവളമായ മണിമല കൊട്ടാരം ഇപ്പോഴും ഉള്ളതാണ്. സ്നേഹഭവനിലെ അന്തേവാസിയാണ് എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന ജീവൻ എന്ന കുട്ടി. അവൻ അനാഥനാണ്. അവിടേക്ക് സെക്യൂരിറ്റിയായി എത്തുകയാണ് നമ്മുടെ കുഞ്ഞുണ്ണി അമ്മാവൻ. കുട്ടികളെ വശത്താക്കാൻ നല്ല കഴിവുള്ള, കുട്ടികളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുഞ്ഞുണ്ണി അമ്മാവൻ താൻ 13-ാം വയസ്സിൽ നാട് വിടുന്നതും പല സ്ഥലങ്ങൾ, ബോംബെ, ആഫ്രിക്ക വരെ സന്ദർശിക്കുന്നതുമെല്ലാം ജീവനുമായി പങ്കുവയ്ക്കുന്നു. കുഞ്ഞുണ്ണി അമ്മാവൻ സഞ്ചരിച്ച വഴികളിലൂടെ ജീവന്റെ കൂടെ നമ്മളും സഞ്ചരിച്ചു പോകും. ആ സ്ഥലങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ടു മടങ്ങുന്ന ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാവുന്നത്. അങ്ങനെ കുഞ്ഞുണ്ണി അമ്മാവന്റെ ഈ യാത്ര പുസ്തക രൂപത്തിലാക്കാൻ ജീവൻ തീരുമാനിക്കുന്നു. കാര്യങ്ങളുടെ സത്യസന്ധത ഒന്നുകൂടി ഉറപ്പാക്കാൻ കോഴിക്കോട്ടുള്ള കുഞ്ഞുണ്ണി അമ്മാവന്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിന്റെ മകനുമായി സംസാരിക്കുന്നു. ഇവിടെയാണ് കൂട്ടുകാരെ കഥയുടെ യഥാർത്ഥ വഴിത്തിരിവ്. കുഞ്ഞുണ്ണി അമ്മാവൻ കേരളം വിട്ട് മറ്റെവിടെയും പോയിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ മകന്റെ വെളിപ്പെടുത്തൽ നമ്മെ ശരിക്കും ഞെട്ടിച്ചു കളയും. നിങ്ങളെ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എത്ര കൃത്യമായാണ് ഓരോ സ്ഥലത്തെയും മനുഷ്യരെയും പ്രകൃതിയെയും പറ്റി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു സ്ഥലത്ത് നേരിട്ട് പോകാത്ത ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ സാധിക്കില്ല. ജീവന്റെ ഈ വാക്കുകൾ നമ്മുടെയും കൂടി വാക്കുകളായി പോകുന്ന നിമിഷങ്ങൾ. ഇതിന് മറുപടിയായി വീടിന്റെ 2ാം നിലയിലേക്ക് കുഞ്ഞുണ്ണി അമ്മാവന്റെ മകൻ ജീവനെ കൊണ്ടുപോകുന്നു. അച്ഛന്റെ പുസ്തക ശേഖരം കാണിച്ചു കൊടുക്കുന്നു. അച്ഛന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ SK പൊറ്റക്കാടാണെന്നും അദ്ദേഹത്തിന്റെ സിംഹഭൂമിയും കാപ്പിരികളുടെ നാട്ടിലും എത്രയോ തവണ വായിച്ചിരിക്കുന്നു എന്നും പറയുന്നു. പുസ്തകങ്ങൾക്കും രചയിതാക്കൾക്കും ഒരു വ്യക്തിയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും എത്രമാത്രം അറിവ് പകർന്നു തരാൻ കഴിയുമെന്നും അവരിലേക്ക് വലിച്ചടുപ്പിക്കാൻ കഴിയുമെന്നുമുള്ള സത്യം വളരെ അത്ഭുതത്തോടെ നമുക്ക് ഈ പുസ്തകം മനസ്സിലാക്കി തരും. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക വഴി നമ്മുടെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ എല്ലാ കൂട്ടുകാരും ഒരു തവണയെങ്കിലും തീർച്ചയായും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കണം. നന്ദി, നമസ്കാരം.